സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ചർച്ച പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം നേതാക്കൾ ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയുടെ വസതിയിൽ നിന്ന് തിരികെ പോയി. VM സുധീരനും രമേശ് ചെന്നിത്തലയും AK ആന്റണിയും സംസാരിക്കുന്നു എന്നാണ് സവാദ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. സവാദ്, എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാജീവ്, യോഗത്തിന് ശേഷം ഇപ്പോൾ VM സുധീരനും മറ്റ് നേതാക്കളും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. VM സുധീരൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാം. ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. നല്ല പ്രോഗ്രസ് ആണ്. ഏതാണ്ട് പൂർണ്ണമായി തീരാവുന്ന അതിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അതിന്റെ വക്കത്ത് വന്നിരിക്കുന്നു. നല്ലൊരു പ്രോഗ്രസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എത്രയും വേഗത്തിൽ തന്നെ പൂർണ്ണമായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് മുന്നോട്ട് പോയി. അല്ല, ഇനി ചർച്ചയുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് AICC ആണ്. പക്ഷെ ഏതാണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. വളരെ തൃപ്തികരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇനി അതിന്റെ ചില ഏറ്റവും ഒരു വക്കിലെത്തി നിൽക്കുന്ന ഭിന്നതയുടെ പ്രശ്നമല്ലല്ലോ, തീരുമാനത്തിന്റെ പ്രശ്നമാണ്. അപ്പോ ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ ഭിന്നത വെച്ചുകൊണ്ടുള്ള തീരുമാനമാണ്. ഭിന്നതയല്ല, ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് അത് പൂർത്തിയാക്കി എത്രയും വേഗത്തിൽ അത് AICC ആണ് തീരുമാനിക്കുന്നത്. ചർച്ചയുണ്ടോ അതോ സംസ്ഥാന നേതാക്കൾ മടങ്ങി പോവുകയാണോ? സംസ്ഥാന നേതാക്കൾ മടങ്ങി പോവുകയാണോ? സംസ്ഥാന നേതാക്കൾ ഡൽഹിയിൽ പോകുമോ? ഇതിനകത്ത് ഇനി ഏതാണ്ട് ചർച്ചകളൊക്കെ പൂർത്തിയായി എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥയിൽ സംസ്ഥാന നേതാക്കൾ ഡൽഹിയിൽ തുടരുമോ തിരിച്ചു പോകുമോ? VM അടക്കമുള്ള നേതാക്കൾ ആളുകൾ നിൽക്കുന്നതും പോകുന്നതും അവരുടെ സൗകര്യം നോക്കിയിട്ടാണ്. വളരെ തിരക്ക് പിടിച്ച ആളുകൾക്ക് പോകേണ്ടി വരും. അത്രയും തിരക്കില്ലാത്ത ആളുകൾക്ക് പോകേണ്ടി വരും. ഞാൻ നാളെ ഉച്ച കഴിഞ്ഞതാണ്. അപ്പൊ ആര് ചർച്ച നടത്തുന്നത്? ചർച്ചകൾ തുടരും. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KPCC പ്രസിഡന്റ് VM സുധീരൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിന്റെ ശബ്ദ സംപ്രേഷണമാണ് കണ്ടത്. ചർച്ചകൾ പൂർത്തിയായി. സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായ അവസ്ഥയിലാണ് എന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് AICC നേതൃത്വമാണ് എന്നും KPCC പ്രസിഡന്റ് പറയുന്നു. സവാദുണ്ട് ഡൽഹിയിൽ നിന്ന്. സവാദ്, KPCC പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ചർച്ചകൾ പൂർത്തിയായി, നേതാക്കൾ മടങ്ങുകയാണ്. KPCC പ്രസിഡന്റ് നാളെ ഉച്ചയ്ക്ക് മടങ്ങും എന്ന് പറയുന്നു. ഇനി ചർച്ചകളില്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടാവുക എന്നാണോ? രാജീവ്, ചർച്ചകൾ പൂർണ്ണമായും പൂർത്തിയായി ഒന്ന് VM സുധീരൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ചർച്ച പൂർത്തിയാകുന്നതിന്റെ വക്കിലെത്തി നിൽക്കുന്നു. ചില കാര്യങ്ങൾ കൂടി എവിടെയോ തീരുമാനിക്കപ്പെടാനുണ്ട് എന്നൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പൂർണ്ണമായും ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്ന സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇനി ഏതാനും കാര്യങ്ങളിൽ മാത്രം ഒരു തീരുമാനം ഉണ്ടായാൽ മതി എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു സൂചനകളിലൂടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതേസമയം തന്നെ നേതാക്കൾ പെട്ടെന്ന് മടങ്ങുമോ, നാളെ മടങ്ങുമോ എന്നുള്ള ചോദ്യത്തിന് അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും. ഞാൻ നാളെ ഉച്ചയ്ക്ക് ശേഷം മടങ്ങും എന്ന് പറയുന്നു. ഒപ്പം തന്നെ വീണ്ടും AICCയിൽ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം വ്യക്തമായിട്ടുള്ള ഉത്തരം പറഞ്ഞില്ല. നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് ഈ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നേതാക്കളെയും അതുപോലെ തന്നെ AICCയിലെ മുതിർന്ന നേതാക്കളെയും വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു. ഒരു പക്ഷേ AICC സോണിയാഗാന്ധി അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന ഒരു തീരുമാനം അത് പുറത്ത്
പുറത്തു വരികയാണ് ചെയ്യുക. ഒരുപക്ഷെ ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ടാകാം, അത് ഹൈക്കമാൻഡിലൂടെ പുറത്തു വരട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഏതായാലും നമുക്ക് പൂർണ്ണമായും ഇത് പരിഹരിക്കപ്പെട്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നത് തീർത്ത് പറയാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് 90% പരിഹരിക്കപ്പെട്ടു എന്നുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. രാജീവ്, സവാദ്, KPCC പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ വലിയ തിരക്കുള്ളവർക്ക് വേഗം മടങ്ങേണ്ടി വന്നേക്കാം എന്ന് പറയുകയുണ്ടായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധീരനും രമേശ് ചെന്നിത്തലയും ഒക്കെ പുറത്തു വരുന്നതിന് മുമ്പേ പോവുകയും ചെയ്തു. മുഖ്യമന്ത്രി നേരത്തെ മടങ്ങും എന്നൊരു സൂചനയുണ്ടോ? രാജീവ്, മുഖ്യമന്ത്രി യോഗം കഴിഞ്ഞ ഉടൻ തന്നെ മടങ്ങി. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിലല്ല മടങ്ങിയത് എന്നാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ മടങ്ങുന്നതിന് പകരം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാഹനത്തിലാണ് അദ്ദേഹം മടങ്ങിയത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ AICCയിൽ കേരള ഹൌസിലെ അദ്ദേഹത്തിന്റെ മുറിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം എപ്പോൾ മടങ്ങും എന്നതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഇനി കേരളത്തിലെ നേതാക്കൾ ഇവിടെ തമ്പടിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേതാക്കൾ എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. VM സുധീരൻ നാളെ ഉച്ചക്ക് മടങ്ങുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയും നാളെ തന്നെ മടങ്ങും. പക്ഷെ അത് എപ്പോഴാണെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കാതിരിക്കുന്നുള്ളൂ. സവാദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി KPCC പ്രസിഡന്റ് VM സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നടത്തിയ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. തീരുമാനം ഏറെക്കുറെ ആയതായി KPCC പ്രസിഡന്റ് പറയുകയും ചെയ്തിരിക്കുന്നു. കത്ത് വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് TN പ്രതാപൻ MLA. കയ്പമംഗലം ആവശ്യപ്പെട്ടുകൊണ്ട് താൻ രാഹുൽ ഗാന്ധിക്ക് കത്ത് അയച്ചിട്ടില്ലെന്നും അഴിമതിക്കെതിരെ പോരാടുന്ന ചിലർ തന്നെ നിയമസഭയിൽ കൊണ്ടുവരാതിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണിതെന്നും TN പ്രതാപൻ പറഞ്ഞു. മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു, എന്നാൽ യുവാക്കളുടെ അവസരം നഷ്ടപ്പെടുത്തില്ലെന്നും പ്രതാപൻ പറഞ്ഞു. അതേസമയം കത്തെഴുതിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മുകുൾ വാസ്നിക്കും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സൌദി സന്ദർശനം പുരോഗമിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അസ്ഥിരത നിലനിൽക്കുമ്പോഴും ഭദ്രമായ സർക്കാരാണ് ഇന്ത്യയിലുള്ളതെന്ന് മോദി പറഞ്ഞു. യുവാക്കൾക്കും അഭ്യസ്തവിദ്യർക്കും മികച്ച അവസരമാണ് ഇന്ത്യയിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലിൽ നടത്തിയ സ്വീകരണത്തിൽ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. 30 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 700 പേർക്ക് മാത്രമാണ് പരിപാടിയിൽ പ്രവേശനം അനുവദിച്ചത്. ഇന്ന് സൌദി സമയം ഉച്ചയോടെ റിയാദ് വിമാനത്താവളത്തിലെത്തിയ മോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ഗവർണർ അമീർ ഫൈസൽ ബിൻ ബന്ദർ അദ്ദേഹത്തെ സ്വീകരിച്ചു. ദീറയിലെ മസ്കത്ത് കൊട്ടാരവും ലേബർ ക്യാമ്പും മോദി സന്ദർശിച്ചു. നാളെ ഉച്ചയ്ക്കാണ് സൌദി ഭരണാധികാരിയുമായുള്ള ചർച്ച. നാളെ വൈകിട്ട് മോദി ദില്ലിയിലേക്ക് മടങ്ങും. ഒരിടവേള കൂടി.